ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC സിംപ്ലിഫൈഡ്. ഇന്ന് നമ്മുടെ 7ാമത്തെ ക്ലാസ് ആണ്. അപ്പം കഴിഞ്ഞ 6 ക്ലാസ്സുകളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് അധികം കമൻസ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഒരുപാട് മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യുക. നിങ്ങളുടെ വീക്ക് ഏരിയാസ് കണ്ടുപിടിക്കുക. നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് കണ്ടുപിടിച്ചാലും നിങ്ങൾ സന്തോഷിക്കുകയും വേണം. വീക്ക് ഏരിയാസ് കണ്ടുപിടിച്ചതിനകത്ത് വിഷമിക്കുന്ന പോലെ തന്നെയാണിതും. എന്നിട്ട് നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. അല്ലാതെ എനിക്ക് ഇത്രയും വീക്ക് ഏരിയാസ് ഉണ്ട്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇനി പഠിക്കാനുണ്ട് എന്നൊന്നും ആലോചിച്ച് വറീഡാവരുത്. എന്നിട്ട് അതിനുള്ളൊരു പ്രിപ്പറേഷൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തായാലും ഉണ്ടാവണം. പിന്നീട് പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാനുള്ള നല്ലൊരു റിവിഷനും കൊടുത്താൽ നിങ്ങൾക്ക് ഇനി വരുന്ന ഏതൊരു പരീക്ഷയിലും ആദ്യത്തെ 100-ലും 50-ലും ഇനി 1ാം റാങ്കിലും ഒക്കെ നിങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിൽ നല്ലൊരു സ്ട്രാറ്റജിയിൽ സ്വന്തമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏത്? 2005. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 2005. കൈറ്റ് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കൈറ്റിന്റെ പൂർണ്ണരൂപം എന്താണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. പിത്തരസം ബൈൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ്? കരളിൽ. പിത്തരസം എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? കരളിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആമാശയത്തിലെ റെനിൻ എന്ന രാസാഗ്നി പാലിനെ എന്താക്കി മാറ്റുന്നു? പാരാകസീൻ. ആമാശയത്തിലെ റെനിൻ എന്ന രാസാഗ്നി പാലിനെ പാരാകസീൻ ആക്കി മാറ്റുന്നു. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? ബി ആൻഡ് സി. ജലത്തിൽ ഇവിടെ അലിയുന്ന എന്നാണുള്ളത്. ജലത്തിൽ അലിയുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? ബി ആൻഡ് സി. വിറ്റാമിൻ ബി ആൻഡ് സി ജലത്തിൽ അലിയും. ADEK കൊഴുപ്പിലാണ് അലിയുന്നത്. അക്വാട്ടിക് ഫുഡ് ചെയിനുകളിൽ DDT സാന്ദ്രത ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ജീവി ഏതാണ്? കടൽ കാക്കകൾ. അക്വാട്ടിക് ഫുഡ് ചെയിനുകളിൽ DDT സാന്ദ്രത ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ജീവി കടൽ കാക്കകൾ. പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ഉദാഹരണം ഏതെല്ലാം? മലേറിയ, അമീബയാസിസ്. പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ് മലേറിയയും അമീബയാസിസും. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി അമൃതം ആരോഗ്യം. മാരകമായ അസുഖം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? താലോലം. മാരകമായ അസുഖം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായുള്ള കേരള സർക്കാർ പദ്ധതി താലോലം. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖങ്ങൾക്ക് ഉദാഹരണം ഏതെല്ലാം? പോളിയോ, പാർക്കിൻസൺസ്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പോളിയോ, പാർക്കിൻസൺസ്. മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില ഫാരൻഹീറ്റ് സ്കെയിലിൽ എത്രയാണ്? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില ഫാരൻഹീറ്റ് സ്കെയിലിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. മഴവിൽ ഉണ്ടാകുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസങ്ങൾ ഏതെല്ലാം? ആന്തരിക പ്രതിഫലനം, അപവർത്തനം, പ്രകീർണനം. ഈ 3 പ്രകാശ പ്രതിഭാസങ്ങളും കൂടിച്ചേർന്നാണ് മഴവിലുണ്ടാകുന്നത്. ആന്തരിക പ്രതിഫലനം, അപവർത്തനം, പ്രകീർണനം. ശബ്ദതരംഗങ്ങളുടെ പ്രധാന പ്രത്യേകതകൾ എന്തെല്ലാം? അനുദൈർഘ്യ തരംഗമാണ്. സഞ്ചരിക്കാൻ മാധ്യമം വേണം. പ്രകാശത്തേക്കാൾ ഡിഫ്രാക്ഷൻ കൂടുതലാണ്. ശബ്ദതരംഗങ്ങളുടെ പ്രത്യേകതകൾ: അനുദൈർഘ്യ തരംഗമാണ്. സഞ്ചരിക്കാൻ മാധ്യമം വേണം. പ്രകാശത്തേക്കാൾ ഡിഫ്രാക്ഷൻ കൂടുതലാണ്. ഇന്ത്യയുടെ ചൊവ്വ പര്യവേഷണ വാഹനമായ മംഗൾയാൻ വിക്ഷേപിച്ച തീയതി എന്ന്?
2013 നവംബർ 5 2013 നവംബർ 5-നാണ് ചൊവ്വ പര്യവേഷണ വാഹനമായ മംഗൾയാൻ വിക്ഷേപിച്ചത്. ആൽക്കലോയിഡുകളുടെ ക്ഷാരഗുണത്തിന് കാരണമായ മൂലകം ഏതാണ്? നൈട്രജൻ. ആൽക്കലോയിഡുകളുടെ ക്ഷാരഗുണത്തിന് കാരണമായ മൂലകം നൈട്രജൻ. ഏത് ഊഷ്മാവിലാണ് ജലത്തിന് ഏറ്റവും അധികം സാന്ദ്രതയുള്ളത്? 4 ഡിഗ്രി സെൽഷ്യസിൽ. 4 ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിന് ഏറ്റവും അധികം സാന്ദ്രതയുള്ളത്. വാൻ ആർക്കൽ പ്രക്രിയ ഉപയോഗിച്ച് ശുദ്ധീകരിക്കാൻ കഴിയുന്ന ലോഹമേത്? സിർക്കോണിയം. വാൻ ആർക്കൽ പ്രക്രിയ ഉപയോഗിച്ച് ശുദ്ധീകരിക്കാൻ കഴിയുന്ന ലോഹമേത്? സിർക്കോണിയം. ഒരു ഏഷ്യൻ രാജ്യത്തിന്റെ പേര് നൽകിയിട്ടുള്ള ആവർത്തന പട്ടികയിലെ മൂലകം ഏത്? നിഹോണിയം. ഒരു ഏഷ്യൻ രാജ്യത്തിന്റെ, ജപ്പാന്റെ പേര് നൽകിയിട്ടുള്ള ആവർത്തന പട്ടികയിലെ മൂലകം ഏത്? നിഹോണിയം. അള്ളാ പിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രത്തിന്റെ സൃഷ്ടാവ് ആര്? OV വിജയൻ. അള്ളാ പിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രത്തിന്റെ സൃഷ്ടാവ് ആര്? OV വിജയൻ. സാധുജന പരിപാലന യോഗത്തിന് രൂപം കൊടുത്തത് ആരാണ്? അയ്യങ്കാളി. സാധുജന പരിപാലന യോഗത്തിന് രൂപം കൊടുത്തത് ആരാണ്? അയ്യങ്കാളി. കല്ലുമാല പ്രക്ഷോഭം സംഘടിപ്പിച്ചത് ആരാണ്? അയ്യങ്കാളി. കല്ലുമാല പ്രക്ഷോഭം സംഘടിപ്പിച്ചത് ആരാണ്? അയ്യങ്കാളി. ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര സ്വർണം നേടിയ കായിക ഇനമേത്? ജാവലിൻ ത്രോ. ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര സ്വർണം നേടിയ കായിക ഇനം ജാവലിൻ ത്രോ. ജനഹിത സോപാനം എന്ന ജനകീയ സംഗീത രൂപം ആവിഷ്കരിച്ചത് ആരാണ്? ഞരളത്ത് രാമപൊതുവാൾ. ജനഹിത സോപാനം എന്ന ജനകീയ സംഗീത രൂപം ആവിഷ്കരിച്ചത് ഞരളത്ത് രാമപൊതുവാൾ ആണ്. ഞരളത്ത് രാമപൊതുവാൾ സോപാന സംഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് P. വത്സല. ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം പാസാക്കിയ വർഷം ഏത്? 1972. ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം പാസാക്കിയ വർഷം 1972. വനനശീകരണം മൂലം അന്തരീക്ഷത്തിൽ അളവ് വർദ്ധിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡയോക്സൈഡ്. വനനശീകരണം മൂലം അന്തരീക്ഷത്തിൽ അളവ് വർദ്ധിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് ആണ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറിൽ. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് നെയ്യാർ. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ജൂൺ 5. ലോക പരിസ്ഥിതി ദിനം. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഇരവികുളം നാഷണൽ പാർക്കാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1984. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല ഏതാണ്? കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല കണ്ണൂർ ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരി. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരി. കേരളത്തിലെ വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? ഇടുക്കി. കേരളത്തിലെ വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കി ജില്ല. ചിന്നാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കിയിൽ. ചിന്നാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിൽ. കേരള വന ഗവേഷണ കേന്ദ്രം KFRI, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചി, തൃശ്ശൂർ. കേരള വന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ പീച്ചി.
ഇന്ത്യയിൽ പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷം ഏതാണ്? 1973. ഇന്ത്യയിൽ പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷം 1973. കേരളത്തിലെ പ്രശസ്തമായ പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? വയനാട്. അവിടെ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ശ്രദ്ധിച്ചാൽ മതി. കേരളത്തിലെ പ്രശസ്തമായ പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. സോഷ്യൽ ഫോറസ്ട്രി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജാക്ക് വെസ്റ്റ്ബി. സോഷ്യൽ ഫോറസ്ട്രി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ജാക്ക് വെസ്റ്റ്ബി. ഒരു പ്രദേശത്ത് ആവാസ വ്യവസ്ഥ നിലനിർത്താൻ ആവശ്യമായ കുറഞ്ഞ വനവിസ്തൃതി എത്ര ശതമാനമാണ്? 33.3%. ഒരു പ്രദേശത്ത് ആവാസ വ്യവസ്ഥ നിലനിർത്താൻ ആവശ്യമായ കുറഞ്ഞ വനവിസ്തൃതി എത്ര ശതമാനമാണ്? 33.3%. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ. പെരിയ എന്നൊക്കെ പറയുമ്പം വലുത് എന്നുള്ളൊരു മീനിങ് ഉണ്ടല്ലോ തമിഴിൽ പറയുമ്പോൾ. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ചിപ്കോ പ്രസ്ഥാനം എന്തിനു വേണ്ടിയുള്ളതാണ്? വൃക്ഷ സംരക്ഷണം. ചിപ്കോ പ്രസ്ഥാനം എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? വൃക്ഷ സംരക്ഷണം, അല്ലെങ്കിൽ നമുക്ക് വനസംരക്ഷണം എന്നോ അങ്ങനെയൊക്കെ പറയാം. പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിയമിച്ച ആദ്യ കമ്മീഷൻ ഏതാണ്? മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിയമിച്ച ആദ്യ കമ്മീഷൻ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച രണ്ടാമത്തെ കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കസ്തൂരി രംഗൻ കമ്മിറ്റിയെ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം മാധവ് ഗാഡ്ഗിലും രണ്ടാമത്തത് കസ്തൂരി രംഗനും ആണെന്ന് പ്രത്യേകം ഓർത്തു വെക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. എന്നാൽ വിസ്തീർണത്തിന്റെ ശതമാനടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മിസോറാമാണ്. വിസ്തീർണത്തിന്റെ ശതമാനടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് മിസോറാമില്. കേരളത്തിൽ ഏറ്റവും കുറവ് വനപ്രദേശമുള്ള ജില്ല ആലപ്പുഴ. കേരളത്തിൽ ഏറ്റവും കുറവ് വനപ്രദേശമുള്ള ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്. വനങ്ങളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സംഘടന ഏതാണ്? WWF. വനങ്ങളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് WWF. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ, അതാണ് WWF. അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. സലിം അലി ഏത് മേഖലയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പക്ഷി ശാസ്ത്രം. സലിം അലി ഏത് മേഖലയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പക്ഷി ശാസ്ത്രവുമായി. ഇന്ത്യയുടെ ഫീൽഡ് മാർഷൽ എന്ന് വിളിക്കപ്പെടുന്ന പക്ഷി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ സലിം അലി. ഇന്ത്യയുടെ ഫീൽഡ് മാർഷൽ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. കേരള ഫോറസ്റ്റ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പയിൽ. കേരള ഫോറസ്റ്റ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് അരിപ്പ, തിരുവനന്തപുരം. ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ഏതാണ്? CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺസ്. ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന പ്രധാന വാതകം CFC ആണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എത്രയാണ് ഇന്നത്തെ ക്ലാസ്? 52 ചോദ്യങ്ങൾ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി വെക്കുക, നല്ലൊരു റിവിഷൻ നടത്തുക. മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സമയത്ത് ഒരിക്കലും മടി പിടിച്ചിരിക്കരുത്. ഇതൊരു അവസരമാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ. ഒരിക്കലും ഒരു ലേസിനെസ് വന്നിട്ട് നമുക്ക് ഒരുപാട് ദിവസം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരരുത്. അപ്പം അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് നാളെ 7 മണിക്ക് മുന്നേ അടുത്ത വീഡിയോ വരും. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.